ഫുട്ബോളിന്റെ വിപ്ലവകാരി ഡീഗോ മറഡോണയും വിപ്ലവത്തിന്റെ കമാൻഡർ ഫിദൽ കാസ്ട്രോയും ഈ രണ്ടുപേരുടെയും ഓർമ്മ ദിനമാണിന്ന്. കളിക്കളത്തിൽ വിസ്മയം തീർത്ത തന്റെ ഇടതുകാലിൽ ക്യൂബൻ വിപ്ലവ നേതാവ് ഫിദൽ കാസ്ട്രോയുടെ മുഖം പച്ചകുത്തിയിരുന്നു മറഡോണ. അതിനുശേഷം അയാളുടെ രാഷ്ട്രീയ പ്രഖ്യാപനത്തേക്ക് എത്തുമ്പോൾ ആഴത്തിലുള്ള സൗഹൃദത്തിന്റെ അനുഭവമാണ്. മറഡോണ ഫുട്ബോൾ കപ്പ് നേടിയതിന് തൊട്ടടുത്ത വർഷം 1987 ക്യൂബയിലെത്തിയപ്പോഴാണ് കാസ്ട്രോയെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് 2000 അമിതമായി ലഹരി ഉപയോഗത്തെ തുടർന്ന് മറഡോണ മരണത്തിന്റെ വക്കിലേക്ക് എത്തിയ സമയം ഇനി ഏറെ പ്രതീക്ഷിക്കാനില്ലെന്ന് ലോകം തന്നെ വിധി എഴുതുകയായിരുന്നു. പക്ഷേ മറഡോണയെ കാസ്ട്രോ ക്യൂബയിലേക്ക് വിളിച്ചു. അങ്ങനെ മറഡോണ ക്യൂബയിലേക്ക് എത്തി. അവിടെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലിൽ മറഡോണയ്ക്കായിട്ട് ഒരു പ്രത്യേക റൂമൊക്കെ ഒരുക്കി. ക്യൂബയിലെ അതിപ്രഗത്ഭന്മാരായ ഡോക്ടർമാർ അദ്ദേഹത്തെ ചികിത്സിച്ചു. ആ യാത്രയെക്കുറിച്ച് പിന്നീട് മറഡോണ പറഞ്ഞത്, അർജന്റീനയുടെ മണ്ണിൽ മറഡോണ മരിച്ചെന്നൊഴിവാക്കാൻ അവിടുത്തെ ആശുപത്രികൾ തനിക്ക് മുന്നിൽ വാതിലടച്ചപ്പോൾ കാസ്ട്രോ എനിക്കായി ക്യൂബയുടെ വാതിലുകൾ തുറന്നിട്ടു എന്നാണ്. മറഡോണ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിൽ മരുന്നിനൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം കാസ്ട്രോയുടെ അതിരുവിട്ട സ്നേഹമായിരുന്നു, അല്ലേ? ആ ഒരു സാന്നിധ്യമായിരുന്നു. കാസ്ട്രോ ദിവസവും പ്രഭാത സവാരിയിൽ മറഡോണയെയും കൂട്ടും. അവർ രാഷ്ട്രീയവും പല കാര്യങ്ങളും സംസാരിച്ചു. മയക്കുമരുന്നിന്റെ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ കാസ്ട്രോ മറഡോണയ്ക്ക് ഉള്ളിലേക്ക് അന്ന് പകർന്നു നൽകിയത് വർത്തമാനങ്ങൾ മാത്രമായിരുന്നില്ല, ആത്മവിശ്വാസവും ധൈര്യവും കൂടിയായിരുന്നു. ഈ ലോകത്ത് മറഡോണയെ വെല്ലാൻ മറ്റാരുമില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. 2002 ക്യൂബയിൽ വെച്ച് തന്റെ ആത്മകഥാ പ്രകാശന വേളയിൽ മറഡോണ പറഞ്ഞത്, ഈ പുസ്തകത്തിലൂടെ ലോകത്തോട് സംസാരിക്കാൻ എനിക്ക് വഴിയൊരുക്കിയത് ഫുട്ബോൾ ആണെന്നാണ്. പക്ഷേ എല്ലാത്തിനും ഞാൻ ഫിദൽ കാസ്ട്രോയോട് നന്ദി പറയുന്നു. കാരണം എനിക്ക് ഈ ജീവിതം തിരികെ നൽകിയത് കാസ്ട്രോയും ക്യൂബൻ ജനതയുമാണ്. 2016 നവംബർ മാസം 25 ഫിദൽ കാസ്ട്രോയുടെ മരണ വാർത്തയറിഞ്ഞ് ഒരു കുഞ്ഞിനെ പോലെ മറഡോണ വിങ്ങിപ്പൊട്ടി. 4 വർഷങ്ങൾക്കു ശേഷം 2020 നവംബർ 25 മറഡോണയും ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരുടെ ആ സൗഹൃദം അധികാരത്തിന്റെയും പ്രശസ്തിയുടെയും അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ ആത്മാവിൽ തൊട്ട സഹോദര ബന്ധമായിരുന്നു. വീഴ്ചയിൽ നിന്നും സുഹൃത്തിനെ കൈപിടിച്ചുയർത്തിയ ഒരു വിപ്ലവ നേതാവിന്റെ നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ കഥയായിരുന്നു. ഗ്രീക്ക് ഫിലോസഫറായ എപ്പിക്യൂറസ് പറയുന്നത് പോലെ, സുഹൃത്തുക്കളുടെ സഹായത്തേക്കാൾ അവർ നമ്മളെ സഹായിക്കും എന്ന ധൈര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും കരുത്താകുന്നത്. ശരിയല്ലേ? ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ അങ്ങനെ ഒരു സുഹൃത്ത് നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ സുഹൃത്തിനോട് അങ്ങനെ പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എങ്കിൽ ഈ ലോകത്തെ ഏറ്റവും സമ്പന്നർ നമ്മളാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സുഹൃത്തുക്കളോട് ചേർന്ന് നടക്കാം. സൗഹൃദത്തോളം സൗന്ദര്യമായി മറ്റൊന്നും ഈ ഭൂമിയിലില്ല എന്ന് തന്നെ പറയാനല്ലേ.